സോളമനോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഒന്നും അയാളുമായി ഷെയർ ചെയ്യരുതെന്ന്. എന്നിട്ടും ഞങ്ങൾ അവിടെയുള്ള വിവരം അയാൾ അറിഞ്ഞു. എന്തിനാ സോളമൻ എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുന്നേ? എന്തിനായിരിക്കും? മോൾക്ക് എന്താ തോന്നുന്നത്? ഈ ജെയിംസ് എന്ന് പറയുന്നവനെ തല്ലിയിട്ടുള്ളവനാ സോളമൻ. ഞാൻ നിയന്ത്രിച്ചില്ലായിരുന്നെങ്കിൽ അവൻ അയാളെ കൊന്നേനെ. എന്നിട്ട് അവരിപ്പോ ചങ്ങാതിമാരെ പോലെ പെരുമാറുന്നു. നീ വിലക്കിട്ടും ആ കൂട്ടുവിടാൻ അവൻ തയ്യാറാവുന്നില്ല. എന്തായിരിക്കും കാരണം? എനിക്കറിയില്ല മമ്മ. എനിക്കും അറിയില്ല. പക്ഷെ അവനറിയാം. അവന് മാത്രം അറിയാം. നീ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? തൽക്കാലം അതൊക്കെ മറക്കുക. സോളമനെ സോളമന്റെ പാട്ടിന് വിടുക. അങ്ങനെ വിട്ടാ അവൻ അപകടത്തിൽ ചെന്ന് ചാടൂന്ന് നീ കരുതുന്നുണ്ടോ? എന്റെ മോനായതുകൊണ്ട് പറയല്ല. ഒരിക്കലും അവൻ അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കില്ല. ജെയിംസിന്റെ അടുത്തെന്നല്ല, ആരുടെ അടുത്തും അവൻ വീടില്ല. പരസ്പരമുള്ള വിശ്വാസം കൊണ്ട് അമ്മോളെ ജീവിതം എന്ന വീടുണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ താക്കോലിന്റെ കാര്യ ഞാൻ നേരത്തെ പറഞ്ഞത്. വിശ്വാസത്തിന്നാ സ്നേഹം ഉണ്ടാവുന്നത്. സ്നേഹം വന്നാലോ പിന്നെ ഒരു വഴക്കും ഉണ്ടാവില്ല. എനിക്കറിയാം മമ്മ. പക്ഷെ അയാളെ കാണുമ്പോ, അയാളുടെ ഇടപെടലുകൾ കാണുമ്പോ നിയന്ത്രണം അറിയാതെ നഷ്ടപ്പെട്ടു പോവാ. ഞാൻ അറിയാതെ ആ സമയത്തൊരു ഭ്രാന്ത് വരും. എനിക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത ഭ്രാന്ത്. ആ ഭ്രാന്ത് ഒരു തെറ്റാണെന്നൊന്നും ഞാൻ കുറ്റപ്പെടുത്തില്ല. പക്ഷേ അത് ജീവിതത്തിന്റെ അടിത്തറ തകർക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നീ മാത്രം തെറ്റ് ചെയ്തു എന്ന് അമ്മ ഒരിക്കലും പറയില്ല. അവന്റെ ഭാഗത്തും തെറ്റുണ്ട്. അത് തിരുത്താൻ അവന് സമയം കൊടുക്കണം. നീ നിന്റെ തെറ്റും തിരുത്തണം. അതോടെ നഷ്ടപ്പെട്ട സന്തോഷം നിനക്ക് തിരിച്ചു കിട്ടും. ഞാൻ എന്താ വേണ്ടത്? മമ്മ പറയുന്ന പോലെ അനുസരിച്ചോളാം. ഞാൻ പറയുന്നത് പോലല്ല, മോൾക്ക് തോന്നണം. ഉള്ളീന്ന് വരണം മോളെ എല്ലാം. എന്നാലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. നിനക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് നീ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോ അതിനൊരു ഫലം ഉണ്ടാവും. ആ ഫലത്തിലാ ജീവിതത്തിലെ സന്തോഷത്തിന്റെ രസം ഇരിക്കുന്നത്. ഒരാവലാതിയും വേണ്ട. സാവകാശം ഇരുന്ന് ചിന്തിക്ക്. അപ്പൊ തോന്നുന്നത് എന്തോ അത് ചെയ്താൽ മതി. എല്ലാം ശരിയാവും. സോറി. സോളമനോടാ ഞാൻ സോറി പറഞ്ഞത്. കേട്ടു. എന്നൊന്ന് പ്രതികരിച്ചൂടെ? ഞാൻ പ്രതികരിച്ചല്ലോ, ഹോട്ടലിൽ വെച്ചും ഇവിടെ വന്നപ്പോഴും. അതിനെക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾ വീണ്ടും വഴക്കാവും. വഴക്കും പരിഭവവും ഒക്കെ അവസാനിപ്പിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്ന് സോറി പറഞ്ഞത്. നിനക്ക് സോറി പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാതിരുന്നൂടെ? അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അവസരങ്ങൾ ഞാനല്ല ഉണ്ടാക്കുന്നേ. പിന്നെ ഞാനാണോ ഉണ്ടാക്കുന്നത്? സോഫി, വഴക്കിന് ഞാനില്ല. എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോണോന്നാ എന്റെ ആഗ്രഹം. അതിന് എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും ഞാൻ തയ്യാറാ. എന്നെ വിശ്വസിക്കുക, എന്നെ മനസ്സിലാക്കുക. അതിൽ കൂടുതലൊന്നും നീ ചെയ്യണ്ട. അങ്ങനെ ചെയ്താ നമ്മുടെ ഇടയിൽ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും തീരും. എനിക്കാ തോന്നലില്ല. എന്നുവെച്ചാ നിനക്ക് എന്നെ വിശ്വസിക്കാൻ താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ സോളമനെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ അതല്ലല്ലോ നമുക്കിടയിലെ എല്ലാ വഴക്കിന്റെയും കാരണം. അത് ജെയിംസ് അല്ലേ? ഇത്രയും കാലമായിട്ടും അയാളെ നിയന്ത്രിക്കാൻ സോളമന് കഴിഞ്ഞിട്ടുണ്ടോ? അത് കഴിയുമ്പോ പ്രശ്നം തീരും. സോഫി, അവന് വേറെ ചില ലക്ഷ്യങ്ങളുണ്ട്. എന്ത് ലക്ഷ്യം ഉണ്ടെങ്കിലും നമ്മൾ നിന്ന് കൊടുത്തില്ലെങ്കിൽ അയാൾക്ക് നേടാൻ പറ്റുമോ?
എനിക്ക് തർക്കിക്കാൻ വയ്യ. തർക്കിക്കണമെന്ന് എനിക്കും ആഗ്രഹമില്ല. വഴക്കുണ്ടാക്കാനല്ല, ഉണ്ടായ വഴക്ക് തീർക്കാനാ ഞാൻ വന്നത്. ശരി, സോറി ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഇനി മേലിൽ സോറി പറയാനുള്ള ചാൻസ് നീ ആയിട്ട് ഉണ്ടാക്കരുത്. ഉണ്ടാവാതിരിക്കാൻ എന്റെ പരമാവധി ഞാൻ ശ്രമിക്കാം. സോളമനും അതുപോലെ മനസ്സ് വെക്കണം. ആ, ശ്രമിക്കാം. സാറിനറിയോ, ഞാൻ ഇപ്പൊ ഒരു വ്രതത്തിലാ. ഇത് നോമ്പ് മാസമൊന്നും അല്ലല്ലോ. അത് ഈ വ്രതമൊന്നും ഞാൻ ഉദ്ദേശിച്ചത് പള്ളിയായിട്ട് ബന്ധപ്പെട്ട വ്രതമൊന്നുമല്ല. നമ്മുടെ സോഫി സോളമനും ഇല്ലേ, എന്റെ ശത്രുക്കള്, അവരെ രണ്ടുപേരെയും രണ്ട് പാത്രത്തിലാക്കാനുള്ള ശ്രമത്തില. അത് നടക്കോ ജെയിംസേ? അവര് വലിയ സ്നേഹത്തിലല്ലേ? ആയിരുന്നു, ഇപ്പൊ അതൊക്കെ പോയി. അല്ലെങ്കിൽ ഈ സ്നേഹം എന്ന് പറഞ്ഞ കടലിലെ തിരമാല പോലെ അല്ലേ സാറേ, അടിച്ച് കയറിയെങ്കി വരും, അതുപോലെ തന്നെ അങ്ങ് പോവുകയും ചെയ്യും. ജീവിതകാലം മുഴുവൻ ഒരുപോലെ നിൽക്കുന്ന സ്നേഹം ഞാനിതുവരെ ഒരിടത്തും കണ്ടിട്ടില്ല. പിന്നെ ചിലര് പറയും അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് ചേനയാണെന്നൊക്കെ. ഒന്നുമില്ല, ചുമ്മാതെ നോണ. ഈ ലോകത്തില് എല്ലാ മനുഷ്യരും സ്നേഹിക്കുന്നത് അവനവനെ തന്നെയാ. നിസ്വാർത്ഥ സ്നേഹം എന്നൊക്കെ പറഞ്ഞ ശുദ്ധ കള്ളമാന്നേ. അങ്ങനെ ഒന്നുമില്ല. നമുക്കെന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, ഇല്ലെങ്കിൽ ഒന്നുമില്ല. ജെയിംസ് നല്ല മൂഡിലല്ലെന്ന് തോന്നുന്നു. ഛേ, ഞാൻ നല്ല മൂഡിൽ തന്നെ. അതിന് കാരണമുണ്ട്. ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലാ സാറേ എനിക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വരാലിനെ പിടിക്കാൻ വേണ്ടി ഞാൻ ഒരു ചൂണ്ട ഇട്ടു, കിട്ടിയതോ വലിയൊരു നെമ്മീൻ. ആർക്കായാലും അത്ഭുതം തോന്നൂലേ? അതുപോലൊരു അത്ഭുതത്തിലാ ഞാനും ഇപ്പോ. എന്നാ അത് എന്നോടും കൂടി ഒന്ന് പറ. ഏയ്, പറയാറായിട്ടില്ല. സമയമാവുമ്പോ ഞാൻ പറഞ്ഞില്ലെങ്കിലും സാറ് അറിഞ്ഞോളും. അപ്പൊ പിന്നെ വെട്ടും കുത്തും വെല്ലുവിളിയൊക്കെ ഉണ്ടാവും. അന്നേരം സാർ എന്റെ കൂടെ അങ്ങ് നിന്ന് തന്നേക്കണം. ഞാനുണ്ട് തന്റെ കൂടെ. അത് മതി, ബാക്കി ഞാൻ ചെയ്തോളാം. സാറൊന്ന് കുറിച്ചോ, 3 മാസം. അതിനുള്ളിൽ 3 മാസം അതിനുള്ളിൽ സോഫി എന്റേതായിട്ട് മാറും. അല്ലെങ്കിൽ അവള് ജീവിതം അവസാനിപ്പിക്കും. കൊല്ലാനുള്ള പരിപാടി വല്ലതും ആണോ? ഞാൻ കൊല്ലാതെ തന്നെ അവള് ചാവൂന്നല്ല, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. സാറ് കേട്ടിട്ടില്ലേ? ആ അവസ്ഥയില ഇപ്പോ. അവള് മാത്രമല്ല, അവനും ആ സോളമനും. ഹലോ, എന്താ ആലോചിക്കുന്നെ? ഒന്നുമില്ല. എനിക്കറിയാം, എന്നെ കുറിച്ചല്ലേ ഓർത്തത്. ആ, സാരമില്ല, പോട്ടെ. ഇനി ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. പിന്നെ അച്ഛനെ മൊത്തത്തിലൊന്ന് മാറ്റിയെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കായിരുന്നു ഞാൻ. ഈ താടിയൊക്കെ ഒന്ന് ട്രിം ചെയ്ത് സ്ഥിരം കൊടുക്കുന്ന മുണ്ടൊക്കെ മാറ്റി ജീൻസ് ആക്കി അങ്ങനെ ഒരു ചേഞ്ച് ആയാലോ? എനിക്കിതൊക്കെ ഇഷ്ടം. എപ്പോഴും വേണ്ട, വല്ലപ്പോഴും മതി. നല്ല രസമായിരിക്കും. ആലോചിക്കാം. ആലോചിച്ച പോരാ, മാറ്റണം. ഞാനിപ്പോ പഴയ ആളൊന്നുമല്ല. എനിക്ക് പ്രമോഷൻ കിട്ടി, കാമുകിയുടെ സ്ഥാനത്തുനിന്ന് ഭാര്യയുടെ സ്ഥാനത്തേക്ക്. അപ്പൊ ഞാൻ ഇടപെടും സോളമന്റെ എല്ലാ കാര്യത്തിലും. അത് പറ്റില്ല ഇത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാവാൻ പറ്റില്ല. ഞാൻ അതിന് സമ്മതിക്കില്ല. നമ്മള് പ്രേമിച്ചു നടന്ന കാലത്ത് എന്തൊക്കെ സ്വപ്നങ്ങളാ കണ്ടത്? അത് വല്ലതും നടന്നോ? അതൊക്കെ ഓരോന്നായി നടത്തിയെടുക്കണം, വേണ്ടേ? ഞാനൊരു ചാർട്ട് ഉണ്ടാക്കാം, ഓരോ ദിവസം ഓരോന്ന്. എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാം. എന്താ? അകത്തേക്ക് വരാവോ? എലിസബത്ത്, ഞാൻ മാത്രമല്ല, പപ്പയും മമ്മിയൊക്കെ വന്നിട്ടുണ്ട്. ആഹാ, മോളെ, ഞാൻ പറയാം,
വിരുന്നിന് ക്ഷണിക്കാനാ വന്നത്. കല്യാണം കഴിഞ്ഞ അങ്ങനെ ഒരു ഏർപ്പാടുള്ള കാര്യം അറിയാലോ. അതിന് രണ്ടാളെയും ഔദ്യോഗികമായിട്ട് ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നത്. അല്ല അതിപ്പോ ഏതിലൊന്നും പറയണ്ട, ഇന്ന് തന്നെ പോന്നേക്കണം. ആ എന്താ സോളമനും അമ്മേ, അതല്ലേ എന്റെ ശരി. നാട്ടുനടപ്പൊന്നും മാറ്റണ്ട, ഇവിടെ അടുത്ത് തന്നെയല്ലേ, എപ്പ വേണേലും വരികയും പോവുകയൊക്കെ ചെയ്യാലോ. ആ അതാണ് അടുത്ത വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടിയാലുള്ള ഗുണം. വിരുന്നിന്റെ വാർത്ത കേട്ടിട്ട് മണവാളന്റെ മുഖത്തൊരു സന്തോഷമൊന്നും ഇല്ലല്ലോ. എന്തേ, വേറെ എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ചെയ്തിരുന്നോ ഹണിമൂണിന്? ഏയ് ഇല്ല. പിന്നെന്താ ഒരു തെളിച്ചമില്ലാത്തത്? തോന്നുന്ന എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാ പിന്നെ വേറൊന്നും ആലോചിക്കണ്ട, ഉച്ചയ്ക്ക് മുമ്പ് അങ്ങ് എത്തിയേക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും വരാം. അയ്യോ അത് വേണ്ട, ഇവന്റെ പപ്പ മരിച്ച പിന്നെ ഞാൻ എങ്ങും പോവാറില്ല. ഞാനും വരുന്നില്ല, പഠിക്കാൻ ഒരുപാടുണ്ട്, പരീക്ഷ വരുന്നത്. ട്രീസ ഇപ്പൊ ഫൈനൽ ഇയർ അല്ലേ? ആ അതെ. എന്താ അടുത്ത പരിപാടി? ഹയർ സ്റ്റഡീസ് ആണോ അതോ ആരെങ്കിലും കെട്ടി ഒതുങ്ങിക്കൂടാനാണോ പ്ലാൻ? കല്യാണം നടത്തണം. ആ അതാ നല്ലത്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുവാ. അതെ, അങ്ങോട്ട് എത്തിക്കുമല്ലോ. ആ പോട്ടെ മോളെ. അടുത്ത പരീക്ഷണം. പക്ഷേ ജോസൂട്ടിയുടെ അഭിനയം തീരെ ശരിയാവുന്നില്ല. ഏത് കൊച്ചുകുട്ടികളായാലും പിടിക്കും കള്ളത്തരം. കുറച്ചുകൂടി പ്ലസന്റ് ആയിട്ട് പെരുമാറിക്കൂടെ? പറ്റണ്ടേടോ, എന്റെ അവസ്ഥ നിനക്കറിയാവുന്നല്ലേ. അഭിനയിച്ചേ പറ്റൂ ജോസൂട്ടി, അല്ലെങ്കിൽ ഈ രഹസ്യം അധികകാലം രഹസ്യമായിട്ട് നിൽക്കില്ല. മമ്മി ദേ അവരെത്തി. ആ അതെ, പെട്ടെന്നൊന്നും തിരിച്ചു പോണെന്ന് പറഞ്ഞേക്കരുത്. 3-4 ദിവസം നിന്നിട്ടേ പോകാവൂ. അവിടെ നിന്നാലും ഇവിടെ നിന്നാലും ഒരുപോലെ തന്നെയല്ലേ. അതൊക്കെ വിരുന്നിന് ശേഷം. കല്യാണം കഴിഞ്ഞുള്ള രസം എന്ന് പറയുന്നത് ഈ പുതുമോടിയൊക്കെ തന്നെയാ. കുറച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ആഗ്രഹിച്ചാൽ പോലും കിട്ടില്ല. പിന്നെ ജീവിതമായി പ്രാരാബ്ധമായി. ആ വന്നാലും നിൽക്കാതിരിക്കാൻ നോക്ക്. റോസി, കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ഇപ്പൊ വരാം. ഡെയ്സി എവിടെ? അവള് കുളിക്കുക. ഡെയ്സി, ഡെയ്സി. ആ ചേച്ചി, ആ കുളിച്ചിട്ട് തല ശരിക്കും തോർത്തിയില്ലെന്ന് തോന്നുന്നു. വെറുതെ ജലദോഷം വരുത്തി വെക്കണ്ട കേട്ടോ. വന്നാലെന്താ, അതും പറഞ്ഞ് സ്കൂളിൽ പോവാതിരിക്കാലോ. ഓ പിന്നെ, ഞാൻ നിങ്ങളെ പോലെ അല്ല, എല്ലാത്തിനും A+. അത് ശരിയാ, പഠിക്കാൻ ഇവിടെ മിടിക്കുക. അപ്പൊ ഞാനെന്താ മോശമായിരുന്നു? ചേച്ചിയും പുറകിലൊന്നും അല്ലായിരുന്നു. ആ പിന്നെ ഓരോ സാഹചര്യം അല്ലേ ചേച്ചി? ആ അതെ. ആ പറയുന്നത് നേരാ. പഠിച്ച് ഡോക്ടർ ആവണമെന്നായിരുന്നു സോഫിയുടെ ആഗ്രഹം. എന്റെ കയ്യിൽ എവിടുന്ന കാശ്? ഡോക്ടർ ആവാൻ ആഗ്രഹിച്ച കൊച്ചിനെ കൊണ്ടുപോയി നേഴ്സാക്കി. ആ രണ്ടും മെഡിക്കൽ ഫീൽഡ് ആണെന്നുള്ള ആശ്വാസം മാത്രമേ ഇപ്പൊ ഉള്ളൂ. ഇവിടെ വിദേശത്ത് വിടണമെന്നായിരുന്നു മോഹം. വല്ല ഓസ്ട്രേലിയയിലേക്കോ ലണ്ടനിലേക്കോ. ഇനിയിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതെന്താ, സ്വന്തമായിട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കുന്നത് തെറ്റാണോ? എന്തായാലും തൽക്കാലം വേണ്ട. ജീവിക്കാൻ സോഫിയുടെ കാശ് വേണ്ട ഞങ്ങൾക്ക്. അതല്ലാതെ സോഫിക്ക് ജോലിക്ക് പോകണമെന്നാണ് ആഗ്രഹമെങ്കിൽ അതിന് ഞാൻ എതിരുമല്ല. എനിക്ക് പോണോന്നൊന്നുമില്ല. ആ അവളാ പെട്ടി അപ്പോഴേ മടക്കി. എന്നാ പിന്നെ നിങ്ങൾ അപ്പനും വരുമാനം സംസാരിച്ചിരിക്കെ, ഞങ്ങൾ അടുക്കളയിലോട്ട് പോട്ടെ. ആ അതാ നല്ലത്. ദേ ഒന്നിനൊരു കുറവും വരുത്തണ്ട. സോളമൻ ആദ്യമായിട്ട് ഇവിടുത്തെ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. മേനക്കിന്റെ രുചിക്ക് ഉണ്ടാക്കിക്കോണം. ഓ അതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം. വാ മോളെ. പിന്നെ പഠിത്തമൊക്കെ എങ്ങനെയാ? അമ്മയ്ക്കും മക്കൾക്കും ചില നേരത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അത് ഇന്ന് വേണ്ടെന്ന് പറയായിരുന്നു. പണ്ടത്തെ ഒരു സ്വഭാവം വെച്ച് ഇന്നിവിടെ പൊടി പൂരം ആവേണ്ടതാ.
ഞാൻ കഴിക്കല് കുറച്ചിരിക്ക, നിർത്തിന്ന് തന്നെ പറയാം. എന്നാലും സാധനം അലമാരയുണ്ട്, വേണമെങ്കിൽ. ഏയ് ഒന്നും വേണ്ട. ഫോർമാലിറ്റി ഒന്നും വേണ്ട. അതുകൊണ്ടല്ല, വേണ്ട അഞ്ഞിട്ടാ. കുടിയൊക്കെ അങ്ങ് തോട്ടത്തിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ മമ്മയുടെ മുമ്പില് ഞാനൊരു നല്ലവനാ. അതേതായാലും നന്നായി. പിന്നെ പണ്ടത്തെ കാര്യങ്ങൾ വല്ലതും മനസ്സിലുണ്ടെങ്കിൽ. അല്ല, അതൊന്നും ഓർക്കണ്ടെന്ന് പറയായിരുന്നു. എല്ലാം മറന്നേക്കണം. അതെനിക്കറിയാം. കഴിഞ്ഞെല്ലാം കഴിഞ്ഞു. ഇപ്പൊ എല്ലാം പുതിയതല്ലേ. പുതിയ ജീവിതം, പ്രശ്നങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആയിട്ട്. പേടിക്കണ്ട, ഞാൻ എല്ലാം എപ്പോഴേ മറന്നു. ആ, അത് മതി. എനിക്ക് ആകെ ഒരു പേടിയായിരുന്നു. കല്യാണത്തിന് വേറെ ഏനക്കേടൊന്നും ഉണ്ടായില്ലെങ്കിലും പഴയതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുമെന്നൊരു തോന്നൽ. ഇപ്പൊ അത് മാറി. സന്തോഷായി. നമ്മൾ ഇനി ഒരു കുടുംബം അല്ലേ? ആ അതെ. ആ, എന്നാ ഇരിക്കെ, ഞാൻ അടുക്കളയിൽ ഒന്ന് പോയിട്ട് വരാം. എങ്ങനെ ഉണ്ടാക്കണം, എന്തുണ്ടാക്കണം എന്നൊക്കെ ഒന്ന് പറഞ്ഞ് ഏൽപ്പിക്കാനാ. ഓ ആ, കുടിക്ക്. ആ. ആന്റി ഫുഡ് റെഡി. വാ വാ. എനിക്കൊന്നും വേണമെന്നില്ലായിരുന്നു. വിശപ്പില്ല. ആഹാ, ഷുഗർ പേഷ്യന്റാ. കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിലേ ഷുഗർ ഡൗൺ ആയി തളർന്നു കിടക്കേണ്ടി വരും. എനിക്കറിയാം ഈ വിശപ്പില്ലായ്മയുടെ കാര്യം. മോളും മരുമോനും അടുത്തില്ല. അതൊന്നുമല്ല. എന്റെ പൊന്നാന്റി, ആന്റിയുടെ മനസ്സേ മറ്റാരേക്കാളും ഇപ്പൊ എനിക്കറിയാം. അവര് ക്ഷണിച്ചതല്ലേ, പോവായിരുന്നില്ലേ? ഏയ്, അതൊന്നും ശരിയാവില്ല. ശരിയാവാതെയൊന്നും ഇല്ല. വേണമെങ്കിൽ പോവാം. എന്നാലും പോവാതിരുന്ന തന്നെ അതിന്റെ ഒരു മര്യാദ. അവര് ഭാര്യയും ഭർത്താവും തനിച്ച് സൂക്കിട്ടെന്നേ. ജോസുട്ടിയുടെ മുഖത്ത് ഒരു സന്തോഷമില്ലായിരുന്നു. ആ പൈലോ പറഞ്ഞുകൊണ്ടൊന്നുമല്ല, എനിക്കും അങ്ങനെ തോന്നി. ആ, വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ ആലോചിച്ചു കൂട്ടണ്ട. ഒരു പ്രശ്നവും ഇല്ല. ജോസുട്ടി ഹാപ്പിയാ. കണ്ടോ, സത്യം. ദേ, ഇത് കുറച്ച് കറികളാ. നിങ്ങൾ ഊണ് കഴിച്ചില്ലായിരുന്നല്ലോ അല്ലേ? ഇല്ല, കഴിക്കാൻ തുടങ്ങുമായിരുന്നു. ആ, അപ്പൊ കൃത്യസമയത്ത് തന്നെ ഞാൻ വന്നത്. വെറുതെ എന്നെ കഷ്ടപ്പെടുത്തി. നിങ്ങൾ രണ്ടാളും അങ്ങോട്ട് വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം? അത് ഞാനിപ്പോ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. എന്റെ ആഘോഷങ്ങളൊക്കെ അവന്റെ പപ്പ പോയതോടെ തീർന്നതാ മോളെ. ഇനി എന്റെ ജീവിതത്തില് വിരുന്നുമില്ല, പെരുന്നാളും ഇല്ല. അത്ര നിരാശയൊന്നും വേണ്ട. അതിന് മാത്രം പ്രായമൊന്നും അമ്മയ്ക്കായിട്ടില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. നന്നായിട്ട് ഉടുത്തൊരുങ്ങി ഇറങ്ങിയ ജോസുട്ടിയുടെ ചേച്ചിയാന്നേ പറയൂ. അത് ശരിയാ. ആ, പിന്നെ പാത്രങ്ങളൊക്കെ ഇവിടെ തന്നെ വെച്ചാൽ മതി, ഞാൻ വന്നെടുത്തോളാം. മോളെ, അവരവിടെ സന്തോഷത്തിൽ തന്നെയല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? വെറുതെ ചോദിച്ചൊന്നേ ഉള്ളൂ. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. ശരി. മിടിക്കുക. 3 കുട്ടികളും കൊള്ളാം. അതിനും വേണ്ട ഒരു ഭാഗ്യം. എന്നാ പിന്നെ നമുക്ക് കഴിക്കാം അല്ലേ? വാ. അവരെ വിളിക്ക്. ആ, ദേ അങ്ങോട്ട് വെക്കാം. ഭക്ഷണം റെഡി. ആ, ഏയ്. ആ, അവരെ വിളിച്ചോടി. ആ, ഇതാ വരുന്നുണ്ട്. ആ, വാ ഇരിക്ക്. ആ, വേണ്ട വേണ്ട, വിളമ്പലൊക്കെ ഞങ്ങൾ ആയിക്കോളാം. മോളിരിക്ക്. എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം. ആ, ഇരുന്നോ? അതാ നല്ലത്. നിങ്ങൾ വരുന്നു. ആ, ഇരിക്കടി. കേട്ടോ സോളമ, എന്റെ ഒരു ആഗ്രഹം എന്താണെന്നറിയോ? ഇവരെ രണ്ടുപേരെയും കെട്ടിച്ചയച്ചാ പിന്നെ ശേഷമുള്ള ജീവിതം ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ ചെലവഴിക്കണമെന്നാ. ഈ പ്രാർത്ഥനയും പരിത്യാഗമായിട്ട്. എന്നിട്ട് വേണം ആ ധ്യാന കേന്ദ്രം അടച്ചുപൂട്ടാൻ. മതിയടി തിരിച്ചത്. പൗലോ മോശക്കാരനാ, പക്ഷെ നന്നായ ഈ ലോകത്തുള്ള ഏത് മനുഷ്യനേക്കാളും നല്ലവനാ. അല്ലെന്ന് ഇവര് പറയട്ടെ.
എന്താ മോനെ ശരിയല്ലേ? ആ ശരിയാ. ആ കല്യാണം നടത്തില്ല എന്ന് പറഞ്ഞ് വില്ലനെ പോലെ നിന്ന ഒരാളല്ലേ പെട്ടെന്ന് മനസ്സ് മാറി നായകനെ പോലെ ആയത്. അത് വേറെ നിവർത്തിയില്ലാതെ വന്നപ്പോ മാറിയതല്ലേ. എന്ന് വെച്ച് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനൊന്നും വേണ്ട. എപ്പോഴാ പാലം വലിക്കാന്ന് പറയാനൊന്നും പറ്റില്ല. ഇനി അങ്ങനെ സംഭവിക്കില്ലടി. ഞാൻ മാറി എന്ന് പറഞ്ഞാ നല്ലോണം മാറി. മോളെ എന്തുപറ്റി മോളെ? എന്തുപറ്റി? ആ മട്ടൻ കഴിച്ചതിന്റെ ആയിരിക്കും. സാധാരണ പോത്താ പതിവ്, മണം പിടിച്ച് കാണില്ല. എന്തുപറ്റി മോളെ? ചേച്ചി ഇതാ കുറച്ച് വെള്ളം കുടിക്ക്. തലവേദന ഉണ്ടോ മോളെ? ഇല്ല. ആ പറഞ്ഞ് രോഗം വഷളാക്കണ്ട. അത് ഈ മട്ടന്റെ തന്നെയാ. ചിലർക്ക് മട്ടൻ പിടിക്കില്ല. എന്നിട്ട് എങ്ങനാ മോനിരിക്ക്. എനിക്കിപ്പോ വേണ്ട. അവൾക്ക് പ്രശ്നമൊന്നും ഇല്ലെന്നേ. ഇരിക്കും മോനെ. സോളമൻ ഇരിക്കുക. എനിക്കെന്തോ തല കറങ്ങുന്ന പോലെ. ഞാൻ പിന്നെ കഴിച്ചോളാം. സാരമില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. ആകെ ഒരു ലക്ഷണപശ കാണല്ലോ. ഞാൻ കുറച്ചേരം കിടക്കട്ടെ. എന്താ റോസ് ഇതിന്റെയൊക്കെ അർത്ഥം? അവൾക്ക് എന്താ പറ്റിയത്? എനിക്കെങ്ങനെ അറിയാം? ചേച്ചിക്ക് നല്ല വിളർച്ചയുണ്ട്. രക്തപ്രസാദം തീരെയില്ല. അനീമിയ ആവാനാ സാധ്യത. നന്നായി ഭക്ഷണം കഴിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. മൂട് മുഴുവനും പോയി. എനിക്കും പിന്നെ മതി. തനിക്ക് ആ കറിയുടെ മണം പിടിച്ചിട്ടുണ്ടാവില്ല, അതായിരിക്കും. ഞാൻ ആദ്യമായിട്ടൊന്നും അല്ല ഇത് കഴിക്കുന്ന. മണം പിടിക്കാഞ്ഞിട്ടൊന്നും അല്ല, ഉള്ളിൽ കിടന്ന് മറിയ. ഡോക്ടർ പറഞ്ഞിരുന്നല്ലോ മനംപുരട്ടല് ഉണ്ടാവുന്നു. മനംപുരട്ടിലുണ്ടാവാൻ ഞാൻ എന്താ പ്രഗ്നന്റ് ആണോ സോളമ?